ഞാൻ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ടിട്ട് മെറൈൻ എഞ്ചിനീയറൊക്കെ ആവണമെന്നുള്ള ആഗ്രഹത്തിൽ പോയതാ തൃശ്ശൂരിലേക്ക്. ആദ്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ട് ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഇതൊന്നും വരുന്നില്ല. അങ്ങോട്ട് ട്രെയിൻ കയറി പോണത് വരെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കോളേജിൽ കയറി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും വരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നിയ ആകർഷണമൊക്കെ എന്തായിരുന്നു? ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. ലാബിലൊക്കെ കയറുമ്പോൾ വേറെ ഇവിടെ കയറ്റിയ പോലെ. കെമിക്കൽ റിയാക്ഷൻ ടെസ്റ്റ് ട്യൂബിലല്ലേ നടക്കണം, എൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഇങ്ങോട്ട് ഒഴിക്കുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഒഴിച്ച ഫീലിംഗാണ്. മനസ്സിലായില്ലേ? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കയറണമല്ലോ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കയറി. ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന പണിയില്ല, എന്തിനായിരുന്നു വെറുതെ എന്ന് കരുതി ഞാനങ്ങ് പോന്നു. ഞാനത് ഇട്ടേച്ച് പോന്നു. അന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഇട്ടേച്ച് പോകുന്നതാണ്. പിന്നല്ലേ മനസ്സിലായത് മൂപ്പരെടുത്ത് കളഞ്ഞതാണ്. അപ്പോൾ സമാധാനം ഉണ്ടല്ലേ. ഞാൻ ഒഴിവാക്കിയല്ലോ, അതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് ആക്കാൻ നിൽക്കുന്നവർക്ക് ഇനി അത് പറഞ്ഞിട്ട് രക്ഷപ്പെടണ്ട. ഞാൻ ഒഴിവാക്കിയതല്ലോ, എടുത്ത് കളഞ്ഞതല്ലേ. പക്ഷേ ഇങ്ങനെ എടുത്ത് കളഞ്ഞു. എന്നിട്ടോ നേരെ കൊണ്ടിട്ട് പിന്നെ റോളർ കോസ്റ്റർ റൈഡാണ്. ആ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആ പാലത്തിൻ്റെ അപ്പുറത്തുള്ള ട്യൂഷൻ സെൻ്റർ ഓടി. അവിടെ ഇങ്ങനെ ഇരിക്കുക സുഖമായിട്ട്, കറങ്ങണ കസാര. പിന്നെ കുറച്ച് ടീംസ് ഉണ്ട്, ഹോം മാസ്റ്റേഴ്സ്, എൻ്റെ മദർ സ്റ്റുഡൻസാണ്. ഇവരെല്ലാവരും കൂടിയൊക്കെ വന്നിട്ട് നല്ല ക്ലാസ്, ഇവർക്കും ക്ലാസ്, പാരൻസിനും ക്ലാസ്, കുട്ടികൾക്കും ക്ലാസ്. ഭയങ്കര സംഭവമായിട്ട് വെലസിക്കൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചത് ഭയങ്കര സംഭവം, അടിപൊളിയായി സെറ്റായിട്ട് ഞാൻ കറങ്ങണ കസാരയിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ കറങ്ങണ കസാലയിരുന്ന് കറങ്ങണ കണ്ടിട്ട് സൈക്കായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന പാരൻസ് സ്റ്റുഡൻസ്, ഇവരെ പോലുള്ള ഹോം മാസ്റ്റേഴ്സ് തന്നെ പാരൻസ് ഉണ്ട്, അമ്മമാരുണ്ട്, ഈ മെൻറ്റേഴ്സിൻ്റെ അമ്മമാരൊക്കെ. ഇവരെല്ലാവരും കൂടിയിട്ട് AC ഒക്കെ എത്തുന്നു. ഈ നാട്ടിലെ ആദ്യത്തെ AC വൽകൃത ട്യൂഷൻ സെൻറ്റർ ഞാൻ ഇങ്ങനെയൊക്കെ ആയി. അപ്പം ഞാൻ വിചാരിച്ചത് സെറ്റപ്പായ പൊളി സാധനം. ഇതൊക്കെ ഇങ്ങനെ പോയിട്ട് കുട്ടികൾ കൂടുന്നു, സംഭവമാവുന്നു, ഒക്കെ ആവുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ തന്നോ തന്നെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതൊന്നും ശരിയാവില്ല, വിട്ടേക്ക്, ഇതൊന്നല്ലേ ഈ ചെയ്യേണ്ടത്, ഇതെന്ത് പണിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോലാന്ന് ഉറപ്പിച്ച സ്ഥാപനമാണത്. ഉറങ്ങണത് വരെ ചില ദിവസം അവിടെ പഠിപ്പിച്ചിട്ട് എനിക്ക് മതിയാവില്ല. ഇനിയും ചോദിക്കൂ, കമ്മോൺ, ഇനിയും ചോദിക്കൂ, ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ചോദിക്കൂ, ഇതന്നെയാണ് പരിപാടി. പക്ഷെ ഇതൊക്കെ ഒരു നിമിഷത്തിൽ എനിക്ക് തോന്നുകയാണെന്ത്, ഇതൊന്നല്ലേ ഞാൻ ചെയ്യേണ്ടത്. മനസ്സിലായി? ഹയർ കോൾ എന്നൊക്കെ പറയുന്നത്, ചിലപ്പോൾ ഹയർ കോൾ അല്ലെങ്കിൽ ഇന്നർ കോൾ, ഉൾവിളി അല്ലെങ്കിൽ മോളിൽ വിളി, ഏതോ ഒരു വിളി വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതോടുകൂടി ഞാൻ ചിന്തിക്കുന്നത് ഇതൊന്നും ശരിയാവില്ല, ഇതൊക്കെ നിർത്തണം. എന്നിട്ട് ഞാൻ തന്നെ, വേറെ ആരും, ഞാൻ തന്നെ വെറുതെ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം. എനിക്ക് തന്നെ സെൽഫ് ട്രെയിനിങ്. എൻ്റെ സ്വന്തം സ്ഥാപനത്തിലേക്ക് ഞാൻ കുറച്ച് ദിവസം പോവുകയില്ല. എന്താ ട്രെയിനിങ് എടുക്കുക, ഇവിടുന്ന് മാറണ്ട. ഇമോഷണലി അങ്ങനെ കിടക്കുന്ന എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും, ഇതൊന്നും അല്ല ചെയ്യേണ്ടത്, ഇതൊന്നും ചെയ്യില്ല, ഇതൊന്നും വേറെ കുറേ പരിപാടി ചെയ്യണം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ എന്നെ പാകപ്പെടുത്താൻ വേണ്ടി മാസങ്ങളോളം അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ തന്നെ ട്രെയിനിങ് കൊടുക്കാം എനിക്ക്. കാരണം ഇത് മിക്കവാറും പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ആരെടുത്ത് കൊണ്ടുപോയില്ല, എൻ്റെ സ്ഥാപനം ഞാൻ തന്നെ ഒഴിവാക്കാൻ പോവാണ്. ഭ്രാന്തല്ലത്. പക്ഷെ അന്ന് എനിക്ക് തോന്നി ഞാനാണിത് ചെയ്തത്. ഇപ്പം എനിക്ക് മനസ്സിലായി, എന്നെക്കൊണ്ട് നിങ്ങളൊക്കെ ചെയ്യിപ്പിച്ചതാണ്. ഗൈഡ് ടോക്ക് 150 നടത്താൻ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു, പ്ലീസ്. മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ അത് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല അന്ന് അങ്ങനെ എന്നെക്കൊണ്ട് തീരുമാനം എടുപ്പിച്ചത്. അപ്പോൾ എന്നെക്കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണോ? ഇത്രയും ആൾക്കാർക്ക് വേണ്ടിയല്ലേ. അന്ന് എൻ്റെ ചങ്ക് പൊട്ടി, എനിക്ക് പറ്റുന്നില്ല, ഞാൻ പടി ഇറങ്ങി എൻ്റെ സ്ഥാപനത്തിൽ. എന്നിട്ട് ഞാൻ എന്നോട് മണ്ട, എനിക്ക് എപ്പോഴും കയറാൻ നിൻ്റെ സ്വന്തം സ്ഥാപനം, നീ എന്നെ ഒഴിവാക്കിയിട്ട് പോകണം. എന്നിട്ട് ഇങ്ങനെ കരയാണ്, ഇതെന്ത്. ഫസ്റ്റ് റിസൾട്ടൊക്കെ വന്നപ്പോൾ എല്ലാ വർഷവും കുട്ടികളുടെ റിസൾട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ ക്യാബിൻ്റെ ആവേശം, ഓരോരുത്തർ ഫുൾ എ പ്ലസ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ആവേശം കൂടുതലാണ്. ആ സമയം റിസൾട്ട് വരുന്ന ദിവസം ഞാൻ എവിടെയാണ്, അങ്ങ് ഡൽഹിയിൽ പുതിയ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബന്ധുവില്ലാത്ത നാട്ടിൽ പോയിട്ട് ഹിന്ദിക്കാർക്കിടയിൽ, നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇടയിൽ ജപ അടിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയാം, അഡ്ജസ്റ്റ് ചെയ്തു. ഇവർക്കിടയിൽ ഞാൻ പെട്ടിട്ട് റിസൾട്ട് വന്നു, ഇത്ര പേർക്ക് A+ ഉണ്ട്. എനിക്കൊന്നും ഇങ്ങനെ ആക്കാൻ പോലും കഴിയണില്ല, കാരണം ഞാൻ അവിടെ കുടുങ്ങി കിടക്കുക, കാരണം തിരിച്ചു പോകാൻ കാശില്ല. ഇതൊക്കെ ആയിട്ട് പെട്ടെടുക്കുക. അപ്പം ഞാൻ കുട്ടികൾക്ക് റിസൾട്ട് വന്ന സന്തോഷത്തിൽ കരഞ്ഞുകൊണ്ട് സന്തോഷിക്കണോ, അതല്ല ഞാൻ അവിടെ ഇല്ലാലോ എന്ന് സങ്കടപ്പെട്ടിട്ട് കരയണോ, ഇനി അതല്ല നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വണ്ടിക്കാശില്ലല്ലോ എന്നോർത്ത് കരയണോ, എല്ലാം കൂടി ഒപ്പരങ്ങ് മിക്സാക്കി ലയനം അടിച്ചു വിട്ടു. ഇങ്ങനെ ആ ഡൽഹിയുടെ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുക, രാത്രി ഇങ്ങനെ കരഞ്ഞ് നടക്കുക. എന്നിട്ട് ഞാൻ എന്നോടൊക്കെയാ, വല്ല കാര്യം ഉണ്ടായിരുന്നു ചെങ്ങായി, ചോദിക്കുക എന്നോട് തന്നെ, വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ പണിക്കൊക്കെ ഒക്കെ ഉണ്ടായിട്ട് ഇട്ടറിഞ്ഞു, എന്താ ഇപ്പം കാട്ടിക്കൊണ്ട്, എന്താ പ്ലാൻ? മനസ്സിലായില്ലേ? ഓക്കെ. പക്ഷെ അന്ന് ഞാൻ വെറുതെ ഒരു സ്റ്റാറ്റസ് ഇട്ട് എൻ്റെ ഫോണിൽ, അങ്ങനെയാണല്ലോ അന്നൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. റൈഡ് ഇങ്ങനെ ആയി വരണം, നിങ്ങളോട് ക്ഷമിക്കണം. കരുതാ അന്നിതാണ് എനിക്ക് സങ്കടമുണ്ട്, നാട്ടുകാരൊക്കെ അറിയുന്നില്ല നമ്മൾ ആഗ്രഹം സ്റ്റാറ്റസ് ഇടുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടു, ഒരു കിടിലൻ സ്റ്റാറ്റസ്. എന്താട്ടത്? ഈവൻ ദീസ് TAs വിൽ പേ ഓഫ്. സ്റ്റാറ്റസ് ഒരു കിടില സാധനമല്ലേ, അമ്മാതിരി സ്റ്റാറ്റസ്, പൊളി സാധനം.
ആ സാധനം ഇട്ട് ഞാനെന്ത് ചെയ്യും, ഞാനിങ്ങനെ കരഞ്ഞിങ്ങനെ നടക്കുകയാണ് ഡൽഹീൻ്റെ സ്ട്രീറ്റിലൂടെ. വരാനിരിക്കുന്ന ഒരു നല്ല കാര്യം, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതിന് പോവാം. അന്ന് എനിക്ക് അറിയുമായിരുന്നില്ല ഇതൊക്കെ എന്തിനാണ് സംഭവിച്ചതെന്ന് പറയാം. പക്ഷേ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു.